ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഓർഡിനോ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ഓർഡിനോ ഡാറ്റ ടൈപ്പുകളായ വോയിഡ്, ബൂളിയൻ, ക്യാരക്ടർ, അൺസൈൻഡ് ക്യാരക്ടർ, ബൈറ്റ്, ഇൻറ്റിജർ, അൺസൈൻഡ് ഇൻറ്റിജർ, വേർഡ്, ലോങ് എന്നീ ഡാറ്റ ടൈപ്പുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൺസൈൻഡ് ലോങ്ങിനെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അൺസൈൻഡ് ലോങ് ഡാറ്റ ടൈപ്പ്. അൺസൈൻഡ് ലോങ് ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അൺസൈൻഡ് ലോങ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ലോങ് വേരിയബിൾസ് പോലെ തന്നെ അൺസൈൻഡ് ലോങ് വേരിയബിൾസിന് എക്സ്റ്റെൻഡഡ് സൈസ് ആയിരിക്കും. ഇതും നമ്മൾ നമ്പർ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ്സ് അല്ലെങ്കിൽ 4 ബൈറ്റ്സ് തന്നെയാണ്. ഇത് അൺസൈൻഡ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് നെഗറ്റീവ് വാല്യൂസ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 4,294,967,295, അതായത് 2⁻32 - 1 വരെയുള്ള വാല്യൂ ആണ് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. അൺസൈൻഡ് ലോങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇത് ലോങ് വേരിയബിളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പ്രോഗ്രാം തന്നെയാണ്. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ ലോങ് എന്ന് വരം അൺസൈൻഡ് ലോങ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കി ഈ സെറ്റപ്പിൽ വരുന്ന സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ കോഡ് സെയിം ആണ്. അതുപോലെ തന്നെ ലൂപ്പിൽ വരുന്ന വൈൽ ലൂപ്പും എല്ലാം സെയിം ആണ്. നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയേക്കെന്ന് വെച്ചാൽ 50, നേരത്തെ 100 മില്യൺ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വാല്യൂസ് തീർന്നു. നമുക്ക് 50 മില്യൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇത് അൺസൈൻഡ് ആയതുകൊണ്ട് നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം എത്രത്തോളം വാല്യൂസൊക്കെ വരുമെന്ന് നമുക്കൊന്നറിയാം. ഞാൻ ഓൾറെഡി ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. നമുക്കിനി സീരിയൽ മോണിറ്റർ ഒന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോൾ കാണിക്കുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലേസസ് എല്ലാം മാറി മാറി വരുന്ന നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം വെച്ചാൽ നെഗറ്റീവ് വാല്യൂ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തോന്നിയ പോലത്തെ റേഞ്ച് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ റേഞ്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം എഡിറ്റ് ചെയ്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം. ഇത് പെട്ടെന്നായിരിക്കും പോകുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അത് 50 മില്യൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സീരിയൽ മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ റീസെറ്റ് ചെയ്യും. 50 മില്യൺ വെച്ച് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. ഇപ്പം 300 മില്യൺ 400 മില്യൻ്റെ റേഞ്ചിലോട്ട് കയറി 3 ബില്യൺ 4 ബില്യൺ എത്തി. വീണ്ടും അതിന് തോന്നിയ പോലത്തെ വാല്യൂസിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസിലോട്ട് കയറി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.